നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. 2030 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നീ 3 രാജ്യങ്ങളാണ്. ഈ 3 രാജ്യങ്ങളും സ്വാഭാവികമായിട്ടും ആതിഥേയർ എന്ന നിലയിൽ ക്വാളിഫിക്കേഷൻ മാച്ചസ് ഒന്നും കളിക്കാതെ തന്നെ ആ ലോകകപ്പിന് പങ്കെടുക്കാൻ യോഗ്യത നേടിക്കഴിഞ്ഞു. സ്പെയിനും പോർച്ചുഗലും മൊറോക്കോയും ആതിഥേയർ എന്ന നിലയിൽ ലോകകപ്പിൽ പങ്കെടുക്കാൻ ഇപ്പോൾ തന്നെ യോഗ്യത നേടിക്കഴിഞ്ഞു. ഇതിനു പുറമെ 3 രാജ്യങ്ങൾ കൂടി ആ ലോകകപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയിട്ടുണ്ട്. അതിന് കാരണം ലോകകപ്പിൻ്റെ 100ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഓരോ മത്സരങ്ങൾക്ക് ഈ രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. അടുത്ത 2030 എന്ന് പറഞ്ഞാൽ ലോകകപ്പ് തുടങ്ങിയിട്ട് 100 വർഷമാവുകയാണ്. 1930 ലോകകപ്പ് തുടങ്ങിയത്. അതിൻ്റെ 100ാം സെൻറ്റിനൽ വാർഷികാഘോഷങ്ങളാണ്, അതായത് 100ാം വാർഷികാഘോഷമാണ്. അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകമായിട്ട് ഈ 3 രാജ്യങ്ങൾ ഓരോ മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ 3 ടീമുകൾ കൂടി ഈ ലോകകപ്പിന് ഇപ്പോൾ തന്നെ യോഗ്യത നേടിയിട്ടുണ്ട്. യോഗ്യതാ മത്സരങ്ങൾ കളിക്കാതെ തന്നെ ആ 3 ടീമുകൾ, ഒന്ന് ഉറുഗ്വേയാണ്, മറ്റൊന്ന് അർജൻറ്റീനയാണ്, മറ്റൊന്ന് പരാഗ്വേയാണ്. ഉറുഗ്വേയും അർജൻറ്റീനയും പരാഗ്വേയും. അപ്പോൾ 2030 ലോകകപ്പിന് ഇപ്പോൾ തന്നെ യോഗ്യത നേടിയ 6 ടീമുകളാണ് ഉള്ളത്. ഒന്ന്, ആ ലോകകപ്പ് നടക്കുന്ന ആതിഥേയ രാജ്യങ്ങളായ സ്പെയിൻ, മൊറോക്കോ, പോർച്ചുഗൽ, ആ 3 രാജ്യങ്ങളും ഒപ്പം ഓരോ മത്സരങ്ങൾ 100ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഓരോ മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഉറുഗ്വേ, അർജൻറ്റീന, പരാഗ്വേ, അങ്ങനെ 6 ടീമുകൾ, അതായത് സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ, ഉറുഗ്വേ, അർജൻറ്റീന, പരാഗ്വേ, ഇങ്ങനെ 6 ടീമുകൾ ഇപ്പോൾ തന്നെ 2030 ലോകകപ്പിന് യോഗ്യത നേടിക്കഴിഞ്ഞവരാണ്. ബാക്കി നിലവിലെ സാഹചര്യത്തിൽ 64 ടീമുകളുടെയൊക്കെ കാര്യം പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും തീരുമാനമായിട്ടില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഉള്ളൂ ഫിഫ. നിലവിൽ 48 ടീമുകളാണ് 2030 ലോകകപ്പിൽ ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തീരുമാനം മാറുമോ, 64 ആകുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണണം. അതനുസരിച്ച് 48 ടീമുകളാകുമ്പോൾ ഇനി ഈ 6 ടീമുകൾ ഏതാണ്ട് നേടിക്കഴിഞ്ഞു. ആൾറെഡി ഇപ്പോൾ തന്നെ ലോകകപ്പിന് യോഗ്യത നേടിക്കഴിഞ്ഞു. ബാക്കി 42 ടീമുകൾ യോഗ്യതാ മത്സരങ്ങൾ കളിച്ചിട്ട് അതിൻ്റെ വിജയിക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് യോഗ്യത നേടുക.